ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗീതു ആകെ സങ്കടപ്പെട്ട് കരഞ്ഞു വിഷമിച്ചിരിക്കുക. ഞാൻ എന്ത് ചെയ്യും ചേച്ചി, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല, ഞാൻ തോറ്റുപോയി. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ശേഖരിച്ച എല്ലാ തെളിവുകളും നഷ്ടപ്പെട്ടു പോയി. മോളെ, നീ വിഷമിക്കണ്ട, എങ്ങനെയെങ്കിലും നിനക്കിത് നേടിയെടുക്കാൻ പറ്റും. ഇനിയും നീ പ്രയത്നിക്ക്, നിനക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. നീ എന്തിനാ ഗീതു നാണം കെട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? അതിനേക്കാൾ നല്ലത് പുറത്തിറങ്ങി നീ അവർക്കെതിരെ പോരാടണം. അതിനുശേഷം വീണ്ടും തെളിവുകൾ ഉണ്ടാക്കി അറയ്ക്കൽ തറവാടിന് ഇല്ലാതാക്കേണ്ടവരെല്ലാം നീ ഇല്ലാതാക്കണം. അറയ്ക്കൽ തറവാടിൻ്റെ ശാപമായ 2 പേര് ഈ കുടുംബത്തുണ്ട്. ആ 2 പേരും ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങണം. അതിന് ഞാനുണ്ടാവും മോളെ, നിന്റെ കൂടെ. നീ ധൈര്യമായിട്ടിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും ഈ രേഖേച്ചി ഒരമ്മയുടെയും ഒരു കൂട്ടുകാരിയുടെയും ഒരു ചേച്ചിയുടെയും ഒക്കെ സ്ഥാനത്ത് നിന്ന് മോക്ക് സപ്പോർട്ടായിട്ടുണ്ടാവും. പിന്നെ എന്തിനാ വിഷമിക്കുന്നേ രേഖേച്ചി? എനിക്ക് മനസ്സിലാവും. രേഖേച്ചിയുടെ ഈ വാക്കുകൾ എന്നെ വീണ്ടും ധൈര്യത്തിലേക്ക് എത്തിക്കുകയാണ്. അതെ, ഞാൻ ഇനിയും തെളിവുകൾ ഉണ്ടാക്കും. അമ്മയ്ക്കും വരുണേട്ടനുമെതിരെയുള്ള തെളിവുകൾ ഞാൻ കണ്ടെത്തിയിരിക്കും. ഈ കുടുംബത്തിന് വേണ്ടി അവർ ചെയ്യുന്ന ഓരോ ദ്രോഹങ്ങളും കണ്ണേട്ടിന് മുൻപിൽ എനിക്ക് തെളിയിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ അതെനിക്ക് വലിയൊരു സങ്കടമായി മാറും ചേച്ചി. എന്തൊക്കെയായാലും എന്തൊക്കെ സംഭവിച്ചാലും ഗോവിന്ദേട്ടനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ആരെയും ഞാൻ ഈ വീട്ടിൽ വെച്ച് പൊറുപ്പിക്കില്ല. എനിക്കറിയാം മോളെ, വരുണേട്ടനും അമ്മ ഇറങ്ങിയാൽ ചിലപ്പോൾ എനിക്ക് ഈ വീടിൻ്റെ പടി ഇറങ്ങേണ്ടി വരും. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഞാനുണ്ടാവും നിൻ്റെ കൂടെ. നീ അങ്ങനെ അങ്ങ് ഒറ്റപ്പെട്ടു പോകുമെന്ന് കരുതണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് രേഖ ആശ്വസിപ്പിക്കുകയാണ്. ഇത് കേട്ടതും ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? അമ്മയും വരുണേട്ടനും എന്തൊക്കെ ചെയ്തു എന്ന് ചേച്ചി പറയുന്നത്? മോളെ, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീയും കണ്ണേട്ടനെ പോലെ എന്നെ വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെ സംഭവിച്ചാലും അത് തെളിവ് സഹിതം കാണിക്കാനായിരുന്നു ഞാൻ എഴുന്നേച്ചത്. ഉണ്ടായിരുന്നതാ, എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ടായിരുന്നതാ. പക്ഷേ എന്ത് ചെയ്യാനാ, പെട്ടെന്ന് അതെവിടെയാ അപ്രതീക്ഷിതമായെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ആരുടെയും കയ്യിൽ കൊടുക്കാതെ ഞാൻ ഇവിടെ തന്നെ സേവ് ചെയ്ത് വെച്ചതാ. അങ്ങനെയുള്ളപ്പോൾ അതെങ്ങനെ നഷ്ടപ്പെട്ടു? അതാരായിരിക്കും എടുത്ത് കളഞ്ഞിട്ടുണ്ടാവുക? ഒരു പിടിയും കിട്ടുന്നില്ല മോളെ എന്നൊക്കെ പറയുകയാണ്. പക്ഷെ ചേച്ചി പറയുന്നൊന്നും എനിക്കങ്ങ് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുന്നില്ല. അമ്മ ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്യോ? വരുണേട്ടൻ്റെ കാര്യം പിന്നെ എനിക്കറിയാം, പണ്ട് മുതലേ അങ്ങനെയാണ്, കുറച്ച് കമ്പനിയിലൊക്കെ അങ്ങനെ കാണിക്കാറുണ്ട്. പക്ഷെ അമ്മയുടെ കാര്യം ചേച്ചി പറയുമ്പോൾ എനിക്ക് ആകെ അങ്ങോട്ട് ടെൻഷനാവോ ചേച്ചി? സത്യത്തിൽ ഇങ്ങനെയൊക്കെ അമ്മ ചെയ്യോ? മോളുടെ അമ്മ കണ്ണേട്ടനോട് കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ വെറും അഭിനയമാണ് മോളെ. അതെനിക്ക് നന്നായിട്ട് മനസ്സിലായതാ. അതുകൊണ്ടാണ് ഗീത വെച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ലാതെ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കണമെന്നുള്ളതൊന്നും എൻ്റെ മനസ്സിലില്ല. പിന്നെ രാധികാമ്മയും വരുണേട്ടനും ഈ അറയ്ക്കൽ തറവാടിൻ്റെ പടി ഇറങ്ങി പോകണമെന്നും എനിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? പക്ഷേ കണ്ണേട്ടൻ അവർക്ക് സംരക്ഷകനാ. അങ്ങനെയുള്ളപ്പോൾ ആ ദൈവത്തെ പോലെ കാണേണ്ട ആളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തെളിവുകൾ കണ്ണേട്ടനെ കാണിക്കാന്നല്ലാതെ വേറൊരു വഴിയും എൻ്റെ മുന്നിലില്ലല്ലോ. അത് കേട്ടതും പ്രിയ, ചേച്ചി അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചേച്ചി ആ തെളിവുകൾ എനിക്കും കാണിച്ചതാ. ഉറപ്പായിട്ടും ഞാനും പ്രതികരിക്കും. കാരണം എനിക്ക് ഈ വീട്ടിൽ വലുത് എൻ്റെ ഗോവിന്ദേട്ടനാ. അങ്ങനെയുള്ളപ്പോൾ ആ ഗോവിന്ദേട്ടനെ എന്തെങ്കിലും സംഭവിച്ചാലേ ഞാൻ അവരെ വെറുതെ വിടില്ല എന്നൊക്കെ നമ്മുടെ പ്രിയയും ദേഷ്യപ്പെട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു, എല്ലാം പോയില്ലേ, എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? എത്ര കഷ്ടപ്പെട്ട് ഞാൻ ശേഖരിച്ചതാ. ഇനി എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിയുമായിട്ട് ആരുടെ മുൻപിലും പോകാൻ പറ്റില്ലല്ലോ മോളെ. എന്താ ചെയ്യാന്നോർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു കരയുക. കരയാതെ ചേച്ചി, വിഷമിക്കാതെ. ചേച്ചി ഒരു കാര്യമില്ലാതെ ഒന്നും ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അങ്ങനെയുള്ളപ്പോൾ ചേച്ചി ഇങ്ങനെ വിഷമിക്കേണ്ട. എന്തായാലും നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയയും രേഖയും അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ഇരുന്ന് ഗീതുവിനെ ആശ്വസിപ്പിക്കുക. ഈ സമയം ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ഗോവിന്ദ്. അവളോട് എത്രയെന്ന് വെച്ചാൽ ക്ഷമിക്കുന്നേ? തലയിൽ കയറ്റി വെക്കും തോറും അവൾ തലയിൽ കയറിയിരുന്ന് മുടി പറിച്ചെടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മയെയും അനിയനെയും ഇല്ലാതാക്കാനും ഈ വീടിൻ്റെ പടിയിറക്കി വിടാനും അവൾ ശ്രമിക്കുന്ന ഈ ശ്രമത്തിന് അവൾക്ക് കൊടുക്കേണ്ട ശിക്ഷ കടുത്തതാകണം എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ആലോചിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന വിജയലക്ഷ്മിയാണ്. അതെ, 5:30 കഴിഞ്ഞ് കൃത്യസമയത്ത് വിജയലക്ഷ്മി അറയ്ക്കൽ തറവാടിൻ്റെ ഗേറ്റ് തള്ളി തുറന്നു. അതിനുശേഷം അകത്തേക്ക് വലതുകാലെടുത്ത് വെച്ചു. അപ്പോൾ രാധികയും വരുണും അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഗേറ്റിന് ഉമ്മറത്ത്. അമ്മ, ഇതാരാ? ഇതാ വിജയലക്ഷ്മി അല്ലേ? അതേടാ, ഇവരെന്നെ ഇങ്ങോട്ട് വന്നേ? അതെനിക്കെങ്ങനെ അറിയാം? ഗീതു വിളിച്ച് പറഞ്ഞു കാണും എല്ലാം ഫെയിലായെന്ന്. ഇവരാടാ മുന്നിൽ നിന്ന് അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അല്ലമ്മേ, ഇവർക്ക് നമ്മുടെ കുടുംബത്തിനും തമ്മിൽ എന്താ പക? എന്താ ബന്ധം?
അതൊന്നും ഇപ്പം നീ അറിയണ്ട. പക്ഷെ ആ ബന്ധം, ആ പക, അത് എപ്പോഴും അടങ്ങിത്തീരാത്തതാണ്. എണ്ണ ഒഴിക്കും തോറും ആളെ കത്തുന്ന തീയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക നിൽക്കും. അപ്പോഴേക്ക് വിജയലക്ഷ്മി അകത്തേക്ക് കയറിയാരാൻ നോക്കുമ്പോഴേക്കും വരണം രാധികയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. എന്ത് വേണം എന്നും രാധിക ചോദിക്കുകയാണ്. എനിക്കിവിടെ എന്താ വേണ്ടതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഈ കുടുംബത്തിൽ നിന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. 2 പുറത്തായി അല്ലേ? അത് കേട്ടതും രാധിക ഒന്ന് ചിരിച്ചു. പുറത്താവാനോ? ഞാനോ? അതിനെ ഈ രാധിക 10 ജന്മം കൂടെ വേറെ ജനിക്കണം. ഈ രാധികയെ ഈ അറയ്ക്കൽ തറവാട്ടിൽ നിന്നും പുറത്താക്കണമെങ്കിലേ നീയൊക്കെ ഇത്രയും പരീക്ഷിച്ച പോരാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പം തന്നെ കണ്ണനടഞ്ഞ് നിൽക്കുക. ഇനിയും കണ്ണൻ്റെ മുൻപിൽ പോയി എങ്ങാനും നിന്നാലേ അതോടുകൂടെ തീരും നിങ്ങളുടെ എല്ലാ അഹങ്കാരവും. അത് കേട്ടതും നമ്മുടെ വിജയലക്ഷ്മി ഞെട്ടലോടുകൂടെ രാധികയെ നോക്കുക. എനിക്കറിയാടി, നീ ഇതല്ല ഇതിനപ്പുറവും നാടകം കളിക്കുമെന്ന്. ഗീതു എത്രയൊക്കെ തെളിവുകൾ ശേഖരിച്ചാലും അതെല്ലാം ഇല്ലാതാക്കാൻ നിനക്ക് കഴിയുമെന്ന്. അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാ ഞാൻ ഇത്രയും വൈകി വന്നത്. കാരണം എന്താണെന്നറിയാമോ? എല്ലാവരുമായിട്ട് ഗീതുവിനെ സങ്കടപ്പെടുത്തുന്നത് കാണാതിരിക്കാൻ. അതുകൊണ്ട് ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്നറിയാമോ? നിന്നെ ഇല്ലാതാക്കാൻ, നിന്നെ തകർക്കാൻ. നീ ഈ കുടുംബത്ത് ആരുമല്ല. അങ്ങനെയുള്ളപ്പോൾ നിനക്ക് എന്താടി ഇവിടെ കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിജയലക്ഷ്മി ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും രാധിക ചോദിക്കണം, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത്? ഇവിടെ നിനക്കൊരു ബന്ധവും ഇല്ല. ഈ കുടുംബമായിട്ട് നിനക്കൊരു ബന്ധവും ഇല്ലാത്ത സ്ഥിതിക്ക് നീ വലിഞ്ഞു കയറി വന്നതെന്തിനടി? നിനക്കൊരു തറവാട് തീരെഴുതി തന്നതല്ലേ ചെമ്പകശ്ശേരി? അങ്ങനെയുള്ളപ്പോൾ അവിടെ ഇരുന്നാൽ പോരെ? ആ ഗീതു എന്ന പീറ പെണ്ണിൻ്റെ വാക്കും കേട്ട് കയറി വരാൻ നാണോ ഇല്ലേ സെലിബ്രിറ്റി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വരുൺ പറ, നിങ്ങൾക്ക് ഞങ്ങളോട് പ്രതികാരം ചെയ്യാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എത്ര കോടി രൂപ തരണം? അങ്ങനെയാണെങ്കിൽ പൈസ നമുക്കിത് ഒഴിവാക്കാം. പറ, എത്ര കോടി രൂപയാണ് നിങ്ങൾക്ക് വേണ്ടത്? എത്ര കോടി വേണമെങ്കിലും നിങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയാൻ ഞങ്ങൾ തയ്യാറാ. അതുകൊണ്ട് ഇനി ഈ കുടുംബത്തെ ശല്യം ചെയ്യാൻ വരരുത്. പ്രത്യേകിച്ച് എൻ്റെ അമ്മയെ പറയാൻ എൻ്റെ അമ്മയോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ എത്ര കോടി വേണമെങ്കിലും ഞാൻ തരും. അത് കേട്ടതും വിജയലക്ഷ്മിക്ക് ദേഷ്യം കയറി. രാധികയുടെ മുന്നിൽ വെച്ച് വരുണിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു വിജയലക്ഷ്മി. എന്താടാ നീ പറഞ്ഞേ? എനിക്കും നിന്റെ അമ്മയ്ക്കുമുള്ള പ്രതികാരത്തിനിടയിൽ കോടികൾ വീശി തരാന്നോ? നടക്കില്ലടാ. ആ കോടികൾ എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് എൻ്റെ പ്രതികാരം തീർക്കുക എന്നുള്ള ഒരു ചടങ്ങാണ്. അത് ഞാനങ്ങ് തീർക്കും. എൻ്റെയും രാധികയുടെയും പ്രതികാരത്തിന് മുൻപിൽ വിലയിടാനും മാത്രം രാധികയുടെ മകൻ വളർന്നിട്ടില്ല. രാധിക വിലയിടില്ല. അത് നന്നായിട്ട് അറിയാവുന്ന നീ എൻ്റെ മുഖത്ത് നോക്കി വിലയിടുന്നോ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി കഴുത്തിന് കുത്തിപ്പിടിക്കുക. വിട്, എൻ്റെ മോൻ്റെ കഴുത്തെന്ന് വിടാൻ. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നമുക്കിടയിലേക്ക് വരാതെ മാറി നിൽക്കാൻ പറഞ്ഞോളണം ഇവനോട്. ഇല്ലെങ്കിലേ ഇവൻ്റെ കാര്യം പോക്ക. നിന്റെ മകൻ ഇവൻ ആരാടി? വലിയ ഗുണ്ടയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ അറയ്ക്കൽ തറവാട്ടിൽ ഗീതുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിന് വേദനിക്കാൻ പോകുന്നത് നീയായിരിക്കും, നിന്റെ മകനായിരിക്കും. ഗീതുമോള് എല്ലാ തെളിവുകളും ഉണ്ടാക്കിയിട്ട് അതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞ നിന്നോടൊന്നും ക്ഷമിക്കാൻ പറ്റില്ലടി. പക്ഷെ നീ നോക്കിക്കോ രാധികയെ, നിന്നെ അറയ്ക്കൽ തറവാട്ടിൻ്റെ ഒന്നും അല്ലാതാക്കാവുന്ന ആള് ഗീതുവായിരിക്കും. അറയ്ക്കൽ തറവാട്ടിൽ നിന്നും നിന്നെ പടിയിറക്കി വിടുന്നവള് ഗീതുവായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഗീതുവിനെ നിനക്ക് എപ്പോഴും തോൽപ്പിക്കാൻ പറ്റില്ല മോളെ. നീ ഒന്ന് കാത്തിരുന്നോ രാധികയെ. നീ വിജയലക്ഷ്മിയെ തോൽപ്പിച്ചിട്ടുണ്ടാവാം, പക്ഷെ ഗീതു അവൾ ഒരിക്കലും നിന്നെ ജയിക്കാൻ അനുവദിക്കില്ല. അവൾ ഒരിക്കലും നിന്നെപ്പോലെ ഒരുത്തി ഈ വീടിൻ്റെ പടിയിൽ ചവിട്ടാൻ അനുവദിക്കില്ല. നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട് പടിയടച്ച് പിണ്ടം വെച്ച് നിന്നെ അറയ്ക്കൽ തറവാട്ടിൽ നിന്നും തള്ളിവിട്ട് ശുദ്ധി കലശം നടത്തും ഗീതു. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇപ്പോൾ ശേഖരിച്ച തെളിവുകളല്ലേ പോയുള്ളൂ, പക്ഷെ തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ ഗീതുവിന് കഴിയും. ഗീതുവേ ബുദ്ധിയുള്ള കുട്ടിയാ, നന്നായിട്ട് ആലോചിക്കുന്ന കുട്ടി, നന്നായിട്ട് ചിന്തിക്കുന്ന കുട്ടി. അതുകൊണ്ട് തന്നെയാണ് നിന്നോട് പ്രതികാരം ചെയ്യാൻ ഞാൻ ഗീതുവിനെ തന്നെ തിരഞ്ഞെടുത്തത്. ഇനി നീ നോക്കിക്കോ രാധികെ, നിന്റെ ടൈം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നാശത്തിലേക്കുള്ള ടൈം. ഗീതുവിനെ വേദനിപ്പിച്ചതിനും ഈ കുടുംബത്തിലെ ഗോവിന്ദനെ കൊല്ലാൻ നോക്കുന്നതിനും ഒക്കെ നീ സമാധാനം പറയേണ്ടി വരും. കോടതിക്ക് മുൻപിൽ ഡിവോഴ്സ് കേസ് കോടതിയിൽ എത്തിയാൽ ഉടനെ ഡിവോഴ്സ് പോലും കിട്ടാതെ ഗോവിന്ദ് ഗീതുവിനെ ചേർത്ത് പിടിക്കേണ്ടി വരും. നിന്റെ മുൻപിലിട്ട് ഗീതുവും ഗോവിന്ദ് സ്നേഹിക്കുന്നത് നിനക്ക് കാണേണ്ടി വരും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ നടക്കും, നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി അകത്തേക്ക് അവിടെ നിൽക്ക് എങ്ങോട്ടാ പോകുന്നേ? എൻ്റെ ഗീതുവിനെ കാണാൻ അകത്തേക്ക് കയറാൻ എനിക്ക് ആരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ കയറുക തന്നെ ചെയ്യും. മാറി നിൽക്കടി അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് രാധികയെ പിടിച്ചു മാറ്റി
വിജയലക്ഷ്മി അകത്തേക്ക് കയറുകയാണ്. ഈ സമയം രാധികയും വരണം മുഖത്തോട് മുഖം നോക്കും. അമ്മ അവരെ എങ്ങനെയും പറഞ്ഞുവിടാൻ നോക്ക്, അല്ലെങ്കിൽ തന്നെ ഗോവിന്ദേട്ടനാകെ ടെൻഷനല്ല. ഞാൻ പറഞ്ഞാലൊന്നും അവർ പോവില്ലടാ, കയറി ചെല്ലട്ടെ. ഇനി കണ്ണൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതും കൂടെ മേടിച്ച് കെട്ടിയിട്ട് പോയിക്കോളും, അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധികയും അകത്തേക്ക് ചെല്ലുവാണ്. അപ്പോൾ വിജയലക്ഷ്മി ഗീതു ഗീതു മോളെ ഗീതു എന്നും പറഞ്ഞ് ഹാളിൽ നിന്ന് വിളിക്കുക. ആ വിജയലക്ഷ്മിയുടെ ശബ്ദം കേട്ടതും എല്ലാ വിഷമങ്ങളും മറന്ന് ഗീതു താഴേക്ക് ഓടി വരികയാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഗീതു വരുന്നത് കണ്ടപ്പോൾ തന്നെ വിജയലക്ഷ്മിക്ക് കാര്യങ്ങൾ പിടികിട്ടി. മോളെ വിഷമിക്കേണ്ട, സാരമില്ല, നീ പ്രയത്നിച്ചതല്ലേ, അതൊരിക്കലും നിന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകില്ല, എന്തായാലും മോള് ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. പക്ഷെ മാം എല്ലാം കൈവിട്ടു പോയല്ലോ മാം, എത്ര റിസ്ക് എടുത്താ ഞാൻ അതൊക്കെ ശേഖരിച്ചത്, എല്ലാ തെളിവുകളും എൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാതായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് നമ്മുടെ ഗീതു കരയാണ്. മോളെ വിഷമിക്കല്ലേ, നീ ഇങ്ങനെ കരഞ്ഞാൽ അങ്ങനെ ശരിയാവും, എന്തായാലും നമുക്കതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാം, എന്തൊക്കെ സംഭവിച്ചാലും ശരി. ദേ നിന്നെ ഈ കുടുംബത്തിൽ നിന്നും ഗോവിന്ദ് ഇറക്കി വിടില്ല, നീ നോക്കിക്കോ. എനിക്ക് പേടിയുണ്ട് മാം, ഇപ്പം തന്നെ കണ്ണേട്ടൻ നല്ല ദേഷ്യത്തില, എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും എനിക്ക് സങ്കടമൊന്നുമില്ല, പക്ഷെ ഞാൻ ശേഖരിച്ച തെളിവുകളെല്ലാം നഷ്ടപ്പെട്ടോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം. സാരമില്ല മോളെ, എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ആശ്വസിപ്പിക്കുകയാണ് ഗീതുവിനെ. അത് കണ്ട് രാധികയും വരുണും നിന്ന് ചിരിക്കുക. അപ്പോൾ ചിരിക്കണ്ട, നീ ഒരുപാടങ്ങ് ചിരിക്കണ്ട, നിന്റെ കളികളൊക്കെ അവസാനിപ്പിക്കുക രാധികയെ. ഇനി അങ്ങോട്ടുള്ളത് ശുദ്ധികലശത്തിൻ്റെ ദിവസങ്ങളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. 16 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ നിന്റെ ഈ കളിയും അവസാനത്തെ ആഗ്രഹങ്ങളും ഒക്കെ അടക്കി ഒതുക്കി ഒരു ബാഗിനകത്തും ഇട്ട് ബാഗും പൂട്ടി പെട്ടിയും കിടക്കിയായിട്ട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തയ്യാറായിക്കോ. അപ്പോൾ രാധിക, അങ്ങനെ ഒരു ഇറക്കം എനിക്ക് ഉണ്ടാവണമെങ്കിൽ ഞാനേ വീണ്ടും മരിച്ച് ജനിക്കണം, മനസ്സിലായോ? അപ്പോൾ വരുൺ, അതെ, എൻ്റെ അമ്മയെ വെല്ലുവിളിക്കാനും മാത്രം നിങ്ങളൊന്നും വളർന്നിട്ടില്ല. വയസ്സിന് ചിലപ്പോൾ ചെറിയതായിരിക്കാം, പക്ഷെ എൻ്റെ അമ്മ വാശിയിലും ധൈര്യത്തിലും മുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് വരുണും വെല്ലുവിളിക്കണം. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് വരാൻ പോകുന്ന എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.